സംഗീതം ഒരു നല്ല പാഠമാണ്. സമൂഹത്തിലെ ഏതൊരാളെയും ആഹ്ലാദത്തിലേക്ക് എടുത്തുയർത്താൻ അതിന് സാധിക്കും. നന്മയുടെ പാതയിലൂടെ സഞ്ചരിച്ച് നന്മയുടെ വിത്തുകൾ മാത്രം വിളയിച്ചെടുക്കാൻ സംഗീതം കൊണ്ട് സാധിക്കും. മാപ്പിള സംഗീതത്തിൻ്റെ വിസ്മയം പെയ്തിറങ്ങുന്ന ഈ പാട്ടരങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ബേബി വിറ്റ കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ. സീസൺ 2 വിജയികളെ കാത്തിരിക്കുന്നു. സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ഫിറോസ്ക, സജ്ലത്ത ആൻഡ് ഷബ്നത്ത. കുട്ടിപ്പാട്ടുകാർക്ക് താളമൊരുക്കാൻ നമുക്ക് നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടീം ഓർക്കസ്ട്ര. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ പെർഫോമൻസുമായി വേദിയിലെത്തുന്നു നിത്യഹരിത ഗാനം റൗണ്ടിൽ ജോത്സ്ന. ജോത്സ്ന കുട്ടി, എന്തോ ആസ് യൂഷ്വൽ നല്ല മൊഞ്ചത്തി ആയിട്ടുണ്ട് വൈറ്റ് ഗൗണിലൊക്കെ. താങ്ക് യു. ഏത് പാട്ടാ പാടുന്നേ? ഞാൻ ആദി ഹംദും എന്ന് പറഞ്ഞ പാട്ടാണ് പാടാൻ പോണത്. ഇത് സിബിലേച്ചിയുടെ പാട്ടാ. അതുകൊണ്ട് എനിക്ക് സിബിലേച്ചിനെ പോയി കാണാനും അനുഗ്രഹം മേടിക്കാനും എനിക്ക് പറ്റി. ഞാൻ ഈ പാട്ട് സിബിലേച്ചിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഓ, അപ്പം സിബിലേച്ചി കാണുന്നുണ്ടാവും ജോത്സ്നേൻ്റെ പാട്ട്. അപ്പം മലയാളം അറിയാത്ത പ്രശ്നമാണ്. അപ്പം ജോത്സ്ന കുട്ടിക്ക് വളരെ സന്തോഷമുണ്ട് സിബിലേച്ചിനെ കാണാൻ പറ്റിയിലും അനുഗ്രഹം വാങ്ങാനൊക്കെ പറ്റിയില്ല അല്ലേ? നന്നായി പാടാ. സിബിലേച്ചിൻ്റെ അനുഗ്രഹത്തോടെ കൂടെയൊക്കെ വന്നിരിക്കുകയാണ് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. आते हम तुम अस्सलाम अलिफ लाम अस्सलाम आलिमुल गैबायवन ഏകനേ
ജോത്സ്ന കുട്ടി, എന്തോ മേഘക്കീറുകൾക്കിടയിൽ ഇങ്ങനെ നിന്ന് ഒരു മാലാഖയെ പോലെ ജോത്സ്ന പാടും പോലെയാ തോന്നിയത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ. താങ്ക് യു. അപ്പം ജോത്സ്നയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരട്ടി മധുരം പോലെ എന്താ നമ്മുടെ കുട്ടിപ്പട്ടുമാലിൻ്റെ മുമ്പത്തെ വേദികളിൽ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? വീണ്ടും വീണ്ടും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടി ഗായകർ ജോത്സ്ന കുട്ടിയെ സപ്പോർട്ട് ചെയ്തു. ഏതായാലും നമുക്ക് കമൻസ് ചോദിക്കാം. ഫിറോസ്ക, ഷാന, ജോത്സ്നയോട് എന്താ പറഞ്ഞത്? മേഘക്കീറുകൾക്കിടയിൽ ഒരു മാലാഖ നിന്നൊന്നും മനസ്സിലായില്ല ജോത്സ്നയ്ക്ക്. ജോത്സ്ന ആലോചിക്കുക എന്താ ഈ പറഞ്ഞത് എന്ന്. താങ്ക് യു എന്ന് പറഞ്ഞു. മോള് മനോഹരമായിട്ട് പാടി കേട്ടോ. എവർഗ്രീൻ ഹിറ്റ് റൗണ്ടിലാണ് പാടിയതല്ലേ? നിത്യഹരിത ഗാനം. ഇതൊരു നിത്യഹരിത ഗാനം തന്നെയാണ് സിബിലേച്ചിയുടെ. ഖലീലുള്ള ചെമ്മനാട് എഴുതി, കോഴിക്കോട് അബൂബക്കർ ഈണമിട്ട്, സിബിലേച്ചി അതിമനോഹരമായിട്ട് ആലപിച്ച കുറച്ച് പാട്ടുകളിൽ അതിമനോഹരമായി ആലപിച്ച എല്ലാ പാട്ടുകളും മനോഹരമായി ആലപിച്ച ഗായികയാണ്. മോൾക്ക് ചേച്ചിയുടെ അനുഗ്രഹം നേരിട്ട് പോയി വാങ്ങാൻ കഴിഞ്ഞു. ബാംഗ്ലൂർക്കാരിയായ മോള് ആ അനുഗ്രഹം വാങ്ങിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ചേച്ചി, ഞാൻ പറയുന്നില്ല, വീണ്ടും നമ്മൾ പറയുന്നതാണ്. ചേച്ചി എല്ലാവർക്കും മനസ്സ് തുറഞ്ഞ് പാട്ടുകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ പാട്ടുകാരിയാണ് കേട്ടോ. മോൾ മനോഹരമായിട്ട് പാടി. താങ്ക് യു. ചേച്ചി പാടിയതിലും മോള് പാടിയതിലും ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്ന സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. ആലിമുൽ ഗൈബായവനേ ഗനേ ഒരു സ്ഥലം, അൽഹംദുലില്ലാഹ് ഹംദിനാ. അത് മോള് ഒട്ടും അതിനൊരു അഭംഗ്യം വരുത്താതെ മോളുടെ ശൈലിയിൽ ഭംഗിയായിട്ട് പാടി. വിരുത്തം പാടിയില്ലേ? ആ വിരുത്തം ഞാൻ എന്തോ ആയിപ്പോയി, വേറെ ലോകത്തായിപ്പോയി മോള് വിരുത്തം പാടിയപ്പോൾ. മോളെ നോട്ടുകൾ കീബോർഡിൽ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഗിറ്റാറിൽ ഒരു ഡ്രോപ്പ് വീണാൽ ആ ഡ്രോപ്പിന് കൃത്യമായിട്ട് പാടണം. അതിനെയാണ് ശ്രുതിബോധം എന്ന് പറയുന്നത്. അത് മോൾ ശ്രദ്ധിച്ച് പാടി, വളരെ ക്ലീനായിട്ട് ശ്രദ്ധ കൊടുത്ത് പാടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഷബ്നത്ത, ഗംഭീരായി ജോത്സ്ന. താങ്ക് യു. ഞാൻ എപ്പോഴും കൂൾ ജോത്സ്ന എന്നാണ് പറയുന്നത്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറയുന്നത് യു ആർ വെരി ക്ലെവർ. ക്ലെവർ ജോത്സ്ന ആണ്. കാര്യം നമ്മൾ ഓരോ മോള് പാടുന്ന സോങ്സ് എടുത്താലും, അതായത് മെയിൻ സിംഗേഴ്സ് പാടി, അതായത് ഒറിജിനലിലെ സിംഗേഴ്സ് പാടി വെച്ചിരിക്കുന്ന തിങ്സ്, അതൊരു കഴിവ് തന്നെയാണ് മോളെ. അത് മോള് അതിനകത്ത് ഒരു കേടുപാടും വരുത്താതെ, അതായത് കേൾക്കുന്നവർക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അതുപോലെ തന്നെ മോളുടെ ഒരു രീതിക്ക് അത് മോൾഡ് ചെയ്തെടുത്ത് പാടും. അതൊരു വലിയ കാര്യമാണ് ജോത്സ്ന. മോളുടെ ആ ഒരു തൊണ്ടയിൽ ആ ഒരു ഒറിജിനൽ വന്നില്ലെങ്കിലും നമുക്കത് അല്ലാന്ന് തോന്നാത്ത രീതിയിൽ മോള് അത് മോൾഡ് ചെയ്ത് പാടുന്നുണ്ട്. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. പിന്നെ മോളെ എനിക്ക് തോന്നിയത് ഒരു ഇൻ ബിറ്റ്വീൻ വേർഡ്സ് ഇല്ല, അതായത് മോള് പാടുമ്പോൾ ഇന്നത്തെ സോങ്ങിൽ ഇൻ ബിറ്റ്വീൻ വേർഡ്സ് അത് വരുമ്പോഴത്തേക്ക് ആ ഒരു പ്ലേസസിൽ മാത്രം കുറച്ചൊരു ഫ്ലുവൻസി കുറഞ്ഞതായിട്ട് തോന്നി. അത് മോള വളരെ ശ്രദ്ധിച്ച്, എനിക്ക് തോന്നുന്നു മോളി പ്രൊനൗൺസിയേഷനും അസാധ്യമായിട്ട് നന്നായിട്ട് മോള് പ്രൊനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രൊനൗൺസിയേഷനും ഒക്കെ മോളിങ്ങനെ ശ്രദ്ധിച്ച് പാടുന്ന, കാരണം ഇങ്ങനെയാണ് മോള് കൈവയ്ക്കുന്നത്. അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് പാടുമ്പോൾ വരുന്ന ആ ഒരു ഫ്ലുവൻസി കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം മോൾ അസലായിട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ നോട്ട് ചെയ്ത് പറയുന്നത്. മനസ്സിലായോ? നന്നായിട്ട് പാടി മോളെ. എനിക്ക് ഒരുപാട് സ്ഥലത്ത് മോൾ ആ വിരുത്തം പാടിയതും ഒക്കെ അസലായിരുന്നു. പ്രത്യേകിച്ചൊരു പ്രസൻസ് ഉണ്ടായിരുന്നു മോളുടെ. ഇന്നത്തെ ആ ഒരു ടോണിന് തന്നെ എന്തോ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. സജ്ലത്ത, ജ്യോത്സ്ന സിബിലേച്ചിയുടെ അടുത്ത് പോയില്ലേ? സിബിലേച്ചി നല്ലൊരു സിംഗറും നല്ലൊരു ക്യാരക്ടറാണ് സിബിലേച്ചിയുടെ. അത് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കണ്ടപ്പോൾ അല്ലേ? ഭയങ്കര സ്നേഹത്തോടെയാണ് എല്ലാവരോടും സംസാരമാണെങ്കിലും. എനിക്ക് തോന്നുന്നു മോള് ചേച്ചിയുടെ അടുത്ത് പോയി പാടിക്കൊടുത്തല്ലോ അല്ലേ? എനിക്ക് ചേച്ചി പറഞ്ഞെന്നോ എന്തെങ്കിലും മാറ്റങ്ങൾ? എന്ത് പറഞ്ഞു മോളുടെ പാട്ട് കേട്ടിട്ട്? പാടിയ ആൾ തന്നെ എന്ത് പറഞ്ഞു? നല്ലതായിട്ട് പാടുന്നുണ്ട്. ചില സംഗീതങ്ങളൊക്കെ ഇച്ചോടെ പോളിഷ് ചെയ്ത് ഇച്ചോടെ നല്ലതായിട്ട് പാടുന്നുണ്ട്. ഓക്കെ, മോൾക്ക് എനിക്ക് മോളുടെ ഇന്നത്തെ സിംഗിങ്ങിൽ എനിക്കൊരു പ്രത്യേകത മോള് പാടുന്നതിൽ തോന്നിയത് ഭയങ്കര സേഫായിട്ടാണ്. എല്ലാ നോട്ട്സും മോള് പാടുന്നത് ഭയങ്കര സേഫായിട്ട് കേട്ട് കറക്റ്റ് പിച്ചിങ്ങാണ്. പിച്ച് കേട്ടിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ല. അത്രക്കും സേഫായിട്ട് കേട്ട് മോള് പാടുന്നുണ്ട്. അത് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് കേട്ടോ.
അതാണ് മോളുടെ പ്രത്യേകത എനിക്ക് തോന്നിയത്. പിന്നെ മോള് പാടുന്നുണ്ട്, ഒറിജിനൽ തന്നെയാണ് മോള് പാടാൻ ശ്രമിക്കുന്നത്. പക്ഷേ മോളുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ടോ വലിയൊരു മാറ്റമായിട്ടോ തോന്നുന്നില്ല. അതാണ് വലിയൊരു മോളുടെ ഭാഗ്യം എന്ന് പറയുന്നത് കേട്ടോ. അത് കുറച്ച് പ്ലെയിൻ ആയിട്ട് പാടുന്നെങ്കിലും നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ, നല്ല സുഖമുണ്ട് കേൾക്കാൻ. ഒക്കെ കറക്റ്റായിട്ട് മോൾ പഠിച്ചു വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്നായി പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ലത. കൃഷ്ണകുട്ടി, സെമി ഫൈനൽസിലെ ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞു. മാർക്സ് വയ്ക്കാം. ഷബ്നത്ത 28. 28 on 30. ഫിറോസ്ക ജോൾസിനക്ക് 38.5. 38.5 on 40. സജ്ലത 28.5. 28.5 on 30. അപ്പം ജോൾസിനെ കുട്ടീൻ്റെ സെമി ഫൈനൽസിലെ നിത്യഹരിതഗാനം റൗണ്ട് 95 on 100. നല്ല മാർക്സാണ്. ജോൾസിനെ കുട്ടിക്ക് പ്രിൻസ് പട്ടുപാവാട എറണാകുളം നൽകുന്ന സമ്മാനം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അടുത്ത പെർഫോമൻസുമായി വേദിയിലെത്തുന്നു ഗസൽ റൗണ്ടിൽ ഇർഫാൻ. ഇർഫാൻ, വെൽക്കം ടു സെമി ഫൈനൽ സ്റ്റേജ്. താങ്ക് യു. എങ്ങനെയുണ്ട് പ്രാക്ടീസൊക്കെ? കുഴപ്പമില്ല. കുറച്ചും കൂടെ ആവേശം കൂടിയോ സെമി ഫൈനൽസ് ആയപ്പോൾ? ഏത് പാട്ടാണ് വരുന്നത് ഗസലിൽ? മക്ക നഗരമേ കരയൂ. ഓക്കെ, അപ്പം നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. കരമേ കരയൂ.
ശില്പി ഫിർഔനെ മുക്കിയ കടലിലും മൂസയ്ക്ക് വഴി തുറന്നേകിയ സർവശക്ത അവിടുത്തെ കരുണതൻ രക്ഷാസൗധത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പാട്ട്, അതിൻ്റെ കൂടെ അഷ്റഫ് ഖാൻ്റെ സപ്പോർട്ടും കൂടി ആയപ്പോൾ വേറൊരു ലോകത്തേക്ക് പോയ പോലെ തോന്നിയില്ലേ? തോന്നിയോ? കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് ചരിത്രമൊക്കെ പറയുന്നൊരു പാട്ടാണ്. കമൻസ് ചോദിക്കാം. ഷബ്നത്ത, ഞാൻ നിനക്ക് ഒരു പേരും കൂടെ ഇടാൻ പോവാണേ. തിങ്സ് ഓഫ് കിങ് ഓഫ് പ്രിൻസ് എന്നല്ല, ഇപ്പം കിങ് എന്ന് വിളിക്കാം. മോഡുലേഷൻസ് സത്യമാണ്. കാര്യം ഈ പാട്ടിൽ ഹമ്മിങ് തൊട്ട് നീ കൊടുത്ത മോഡുലേഷൻസ് ഉണ്ടല്ലോ, തുടക്കം തൊട്ടേ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എപ്പോഴും, അതായത് ഏതൊരു റിയാലിറ്റി ഷോസിലും കൂടുതലായിട്ട് ജഡ്ജസ് പറയാറുള്ള ഒരു കാര്യമായിരിക്കും ഈ മോഡുലേഷൻ എന്ന് പറയുന്ന വാക്ക്. അതായത് ഒരു ഭാവത്തിന് കൊടുക്കേണ്ട ഈ അപ്പ് ആൻഡ് ഡൗൺസ്, നമ്മുടെ വോക്കൽ കോഡിൽ കൊടുക്കേണ്ട, നമ്മുടെ വോയിസിൽ കൊടുക്കേണ്ട അപ്പ് ആൻഡ് ഡൗൺസ്, അതാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സോങ്ങിൽ ഇർഫാൻ കൊണ്ടുവന്ന ആ ഒരു ഹമ്മിങ്ങിൽ പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത്, ആദ്യം അതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ആ മോഡുലേഷൻസ്. ഇറ്റ് വാസ് ബ്രില്യൻറ്റ്. എന്തായാലും എനിക്ക് ഒറ്റ സ്ഥലത്ത് അതെന്ത് പറ്റി ഇർഫാൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തുണ്ടുപല്ലവി, അതായത് ഫസ്റ്റ് ചരണം, അനുപല്ലവി ചരണം കഴിഞ്ഞിട്ട് വരുന്ന തുണ്ടുപല്ലവിയിൽ കരയൂ എന്ന് പറഞ്ഞ സ്ഥലം, അതെന്താ ഇർഫാന് പറ്റിയെന്ന് എനിക്കറിയില്ല. ഫ്ലാറ്റായിരുന്നു. അത് മാത്രമേ ഉള്ളൂ, വേറെ എല്ലാം ബ്രില്യൻ്റ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. സജ്ലത, ഇർഫാൻ അറിയാം ഒരു ഗസൽ എങ്ങനെ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കണമെന്ന്. എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ പാട്ടുകൾ ഇർഫാനിന് കലക്കാൻ പറ്റുന്ന ഒരു റൗണ്ടാണ് അല്ലേ? ഇർഫാൻ ആയതുകൊണ്ട് ഞാൻ പറയാണ്, ഇർഫാൻ ഫസ്റ്റ് ആലാപ്പ് തുടങ്ങിയത് കുറച്ച് പേടിയുണ്ടായിരുന്നു ഇർഫാന് അല്ലേ? തുടക്കത്തിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അത് ആ ഒരു ഫസ്റ്റത്തെ ആലാപ്പിൽ എനിക്ക് ചെറുങ്ങനൊന്ന് ഫീൽ ചെയ്തു. നന്നായി പാടി, പക്ഷേ എനിക്ക് ആ ഒരു പേടി കൊണ്ട് മിസ്സായ കുറച്ച് പ്രശ്നങ്ങളാണ് പറയുന്നത്. പിന്നെ ഫസ്റ്റ് മക്ക തുടങ്ങിയത് തന്നെ സ്ലിപ്പായിപ്പോയി. പിന്നെ ടോട്ടൽ സോങ്ങിൽ നോക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് വന്നത് ചരണം കഴിഞ്ഞ് വന്ന പല്ലവിയിലൊക്കെയാണ് കറക്റ്റായിട്ട്. ലാസ്റ്റ് പല്ലവിയൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് വന്നു ആ പ്ലാൻ. പിന്നെ ചരണം കഴിഞ്ഞ് ശബ്നം പറഞ്ഞ പോലെ തന്നെ കരയൂ, അത് എനിക്ക് ഒന്ന് മൈൻഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു, അതാണ് ഫ്ലാറ്റായി പോയത്. അതുപോലെ തന്നെ അതിൽ നഗരമേ അതാണ് നഗരമേ അത് കുറച്ച് സ്ലിപ്പായി. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ ബാക്കി എല്ലാ പോർഷനും സൂപ്പറായിരുന്നു. നല്ല ടഫ് സോങ് ആണ്. ആ ഒരു ഗസലിൻ്റെ എല്ലാ സുഖവും നമുക്ക് കിട്ടി. നന്നായിട്ട് തന്നെ ഇർഫാൻ പാടിയിട്ടുണ്ട്. ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ അടുത്ത സോങ്ങിൽ മാറ്റി നിർത്തുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ലത. കേട്ടോ മോനെ, ജമാൽ കൊച്ചങ്ങാടി എന്ന വലിയ എഴുത്തുകാരൻ്റെ പത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അവലോകനമൊക്കെ എഴുതുന്ന, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ വലിയൊരു എഴുത്തുകാരൻ്റെ വരികളാണ് നമ്മുടെയൊക്കെ കൂട്ടുകാരൻ അഫ്സലിൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ അഫ്സലിൻ്റെ പിതാവ് ഇസ്മായിൽ ക ട്യൂൺ കൊടുത്ത് ചെയ്തൊരു പാട്ടാണിത്. എനിക്ക് ഈ പാട്ടിലൊരു ചെറിയ തിരുത്ത് പറഞ്ഞു തരാനുള്ളത്, ഇർഫാന്
നഗാരമേ പാടരുത്. മോനത് എവിടെ കേട്ടാൽ പഠിച്ചെന്ന് എനിക്കൊരു സംശയം. ആ കേട്ട് പഠിച്ചതിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഇർഫാൻ അങ്ങനെ പാടില്ല. മക്കാ നഗരമേ നഗരമേ അത്രേ പറയാനുള്ളൂ. നഗാരമേ എന്നാണ് പാടുന്നത്. അതൊരിക്കലും വരരുത് കേട്ടോ. പിന്നെ മാനസപുത്രൻ, മാനാന്ന് നീളുന്നോടെ. പിന്നെ മോൻ വിശ്വശില്പി, അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പാടണം. അത് എന്ന് കുറച്ച് നീണ്ടു പോകുന്നു. ഈ 3 സ്ഥലങ്ങളാണ് ഞാൻ എഴുതി വെച്ചത്. അത് ലിറ്ററേച്ചറിൽ കേട്ട് പഠിച്ചതിൽ ആരോ പാടി വെച്ചതിൻ്റെ ഒരു വ്യത്യാസമാണ്. ബാക്കിയൊക്കെ മനോഹരമായിട്ട് പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഇർഫാൻ നല്ല കമൻസ് ഒക്കെ കേട്ടു. മാർക്സ് വയ്ക്കാം. സജ്ലത. ഇർഫാന് 29. 29 on 30. ഫിറോസ്ക 39. 39 on 40. ഷബ്നത 29. 29 again on 30. അപ്പം ഇർഫാൻ്റെ സെമി ഫൈനൽസിലെ പെർഫോമൻസിന് 97 on 100. നല്ല മാർക്സ് ആണ്. അപ്പം തീർച്ചയായും ഇർഫാന് സമ്മാനം വേണ്ടേ? ചേലാസ് വെഡിങ് സെന്റർ മഞ്ചേരി നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. കുട്ടിപ്പട്ടുമാൽ സീസൺ 2വിൻ്റെ സെമി ഫൈനൽ വേദിയിൽ പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഖവാലിയുടെ ദർബാറിലാണ് ഞാനിപ്പോൾ. അഞ്ജലി കുട്ടി, എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ? ഇപ്പം നമ്മുടെ അഞ്ജലിൻ്റെ ഈ പാട്ട് ഈ സെമി ഫൈനലിനെ ആവേശത്തിമിർപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ കൂടെ കുറേ സ്റ്റാർസും കൂടെ ഉണ്ട്. പട്ടുമാലിൻ്റെ വേദികളിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരുന്ന നമ്മുടെ ഷമീർക്ക, റഷീദ് മാഷ്, അതുപോലെ നമ്മുടെ ഗ്രൂമറായ അഷ്റഫ് ക ഉണ്ട്, അതുപോലെ ഹാരിസ് ക, സിദ്ദീഖ, അങ്ങനെ എല്ലാവരും കൂടി ഈ ഖവാലിയുടെ ദർബാർ കൊഴുപ്പിക്കാൻ പോവാണ്. നമുക്ക് അഞ്ജലിയുടെ പാട്ടേക്ക്.
മാനത്തുദിക്കാതെ പൊന്നമ്പിളി ഇന്ന് മാറിയോദിച്ചു കവിത്തേടേ മാണിക്യച്ചെപ്പ് കിലുങ്ങും പോലെ മാതളപ്പെണ്ണ് ചിരിക്കുന്നേടേ മാനത്തുദിക്കാതെ പൊന്നമ്പിളി ഇന്ന് മാറിയോദിച്ചു കവിളത്തേടേ മാണിക്യച്ചെപ്പ് കിലുങ്ങും പോലെ മാതളപ്പെണ്ണ് ചിരിക്കുന്നേടേ മാനത്തുദിക്കാതെ പൊന്നമ്പിളി. അഞ്ജലി കുട്ടി, ശരിക്കും ഒരു കല്യാണ വീട്ടിലെ ദർബാറിലിരിക്കും പോലായിരുന്നു. നമ്മുടെ ഈ സ്റ്റാർസും നമ്മുടെ ഈ കുട്ടി സ്റ്റാർസും ഒക്കെ കൂടി ഒരു ആഘോഷമായിരുന്നു അല്ലേ? എന്ത് തോന്നി പാടിക്കഴിഞ്ഞപ്പോൾ? കുഴപ്പമില്ലാതെ ഇതുവരെ ദർബാറിൽ ഇങ്ങനെ ഖവാലി പാടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. കാസർഗോഡൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ കല്യാണ വീട്ടിൽ? ദർബാർ ഉണ്ടാവാറില്ലേ? നമുക്ക് കമൻസ് ചോദിക്കാം. ഫിറോസ്ക. അഞ്ജലി, ഖവാലിക്ക് ഇത്രയൊക്കെ പറയണം. മോള് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ ശൈലിയാണ് ഖവാലി എന്ന് പറയുന്നത്. ആദ്യം ആലാപ് പാടുക, പിന്നെ തുടർന്ന് വിരുത്തം പാടുക, പിന്നെ ആ രാഗ ചൊവ്വയിൽ പാട്ടിലേക്ക് കടന്നു വരിക, കോറസ് ടീം സപ്പോർട്ട് ചെയ്യുക, താഴെയും മുകളിലും പാടുക, സ്പീഡാക്കിക്കൊണ്ട് താളത്തിൻ്റെ ഗതി മാറ്റിക്കൊണ്ട് വേണമെങ്കിൽ പാട്ട് അടിച്ച് തകർത്ത് നിർത്തുക. ദാറ്റ് ഈസ് വാട്ട് എ ഖവാലി ഈസ്. മോൾ അതുപോലെ പാടി. പാട്ടിൻ്റെ ആ കളറൊക്കെ, പിന്നെ പാട്ടിൻ്റെ ഉള്ളിൽ വന്ന ചെറിയ കാര്യങ്ങളെന്ന് പറയുന്നത് മോൾക്കൊക്കെ എടുത്താൽ പൊങ്ങാൻ പോലും പ്രയാസമുള്ളൊരു സ്ട്രക്ചറാണ് ഈ പാട്ടിൻ്റെ കേട്ടോ. PAB അച്ഛനമ്പലം രചിച്ച് കോഴിക്കോട് അബൂബക്കർ ഈണമിട്ട് സിബിലേച്ചി മനോഹരമായിട്ട് പാടി വെച്ച പാട്ടാണ്. മോൾക്കറിയോ ഇതിൻ്റെ രാഗത്തിൻ്റെ ഒരു സ്വഭാവം? ആരെങ്കിലും ചോദിച്ചറിഞ്ഞോ ഏതെങ്കിലും മാഷോട്? കേദാറാണ് ഈ രാഗം. കുറേ പാട്ടുണ്ട്. എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ല എങ്കിൽ കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താണെന്ന് കരുതി വിലപേശാനോടി വന്ന വഴിയാത്രക്കാരാ വഴിയാത്രക്കാരാ. ഇതൊക്കെ ഈ സ്വഭാവത്തിലാണ് മോളെ കിടക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങൾക്ക് മോളെ അതിലാണ് ആ രാഗത്തിൽ കിടക്കുന്ന ഒരു പാട്ട് ഉക്കുബായുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഞ്ജലി പേടിച്ചാണ് പാടിയതല്ലേ? ഋതത്തിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് മോളെ, ഇങ്ങനെ മുറിച്ച് അക്ഷരങ്ങൾക്കൊക്കെ വായിക്കുന്ന മോൾക്ക് അതിൻ്റെ ഒരു ഭയം ഉണ്ടായിരുന്നു തോന്നുന്നുള്ളിൽ. ആണോ? പറഞ്ഞേ, സത്യം പറഞ്ഞേ. പേടിച്ചാണോ പാടിയത്? കുറഞ്ഞ പേടി. അടുത്തിരിക്കുന്നത് ആരാ ശക്തി പകരാൻ? മാനത്തുദിക്കാതെ പൊന്നമ്പിളി കഴിഞ്ഞ പ്രാവശ്യം പാടി തകർത്ത ഞങ്ങളുടെ കൊച്ചു ജാനകിയമ്മ അതായിരിക്കുന്നത്. ഒന്നും പറയുന്നില്ല റിഫമോൾ അതിൽ ചില പ്രത്യേക സംഗതികൾ. ഒരു ചിരി ചിരിച്ചു റിഫമോൾ അന്ന്, അത് അഞ്ജലി മോള് ചിരിച്ചില്ല. എവിടെയായിരുന്നത്? മാണിക്യച്ചെപ്പ് കിലുങ്ങും പോലെ മാതളപ്പെണ്ണ് ചിരിക്കുന്നടി. അങ്ങനെയാണ് റിഫ എന്ന് പാടിയത്. അത് അഞ്ജലി ചിരിച്ചില്ല. അതിലെനിക്കൊരു പരാതിയുണ്ട്. കേട്ടിരുന്നോ റിഫ പാടി വെച്ചത്? അല്ലേ? ആ ഒരു ചിരി ഉണ്ടായിരുന്നു. ആ ചിരി ഇനി സ്റ്റേജിൽ പാടുമ്പോൾ ചിരിക്കാം കേട്ടോ. മോൾ ബാക്കിയൊക്കെ നന്നായി പാടി. ഇത്ര സ്ട്രക്ചറുള്ളൊരു പാട്ടായതുകൊണ്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും അത് നമുക്ക് നോക്കാം കേട്ടോ. ബാക്കിയൊക്കെ ഭംഗിയായിട്ട് പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഷബ്നത്ത. അഞ്ജലി കുട്ടി തകർത്തു. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് നമ്മുടെ ഓൺ സ്റ്റേജ് ഓർക്കസ്ട്രയാണ് കേട്ടോ. ബ്രില്യൻറ്റ്. നിങ്ങളും പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ സപ്പോർട്ട് ചെയ്ത്, ആ മോളൊക്കെ എന്തൊരു എക്സ്പ്രഷനാണ് ആ ഫേസിലൊക്കെ കൊടുത്തതെന്നറിയോ? അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അഞ്ജലിയെ കുട്ടിയെ കേട്ടോ. അസലായിരുന്നു മോളെ. അഞ്ജലിക്കുട്ടി പാടിയതും നന്നായിരുന്നു. ഖവാലിയാണ്, നമുക്കറിയാം ഒരു അതിൻ്റെ എത്രത്തോളം ബ്രെത്ത് കൺട്രോൾ വേണം എന്നൊക്കെ നമുക്കറിയാം. പാടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എനിക്ക് ഇന്നത്തെ മോളുടെ സോങ്ങിൽ ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഖവാലിക്ക് വേണ്ട ഒരു പഞ്ച്, അതായത് ഒരു അറ്റ്ലീസ്റ്റ് ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെങ്കിലും ആ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡിന് കൊടുക്കേണ്ടുന്ന ഒരു പഞ്ച്, ഒരു ബലം അത് മോള് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. പിന്നെ ലാസ്റ്റ് അനുപല്ലവിയിൽ ലാസ്റ്റ് സെൻറ്റൻസിൽ വന്നിട്ട് എന്തൊക്കെയോ ഒരു ചെറിയ കൺഫ്യൂഷൻ മാതിരി ഫീൽ ചെയ്തു.
അതുപോലെ തന്നെ സ്നേഹത്തിൻ നീരല എന്ന് പറയുന്ന പോർഷൻ ചരണത്തിൽ, അതും നല്ല ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ. എനിക്ക് തോന്നുന്നത് മോളുടെ ആ ഒരു ബ്രെത്ത് കൺട്രോളിൻ്റെ ഇങ്ങനെ പാടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് ഫസ്റ്റ് ടൈമൊക്കെ അല്ലേ പാടുന്നത്, കുറേ കവാലീസ് പാടി പാടി ട്രെയിൻഡ് ആകുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ കോമ്പറ്റീഷനും അല്ലേ. പിന്നെ മോളെ ആ ഒരു ലാസ്റ്റിൽ മോക്ക് വന്ന ഒരു ഉമ്മുനീര് കുഴപ്പമില്ല, നമ്മളത് എന്താണ് സെമി ഫൈനലല്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. നന്നായിരുന്നു, മോളുടെ മാക്സിമം മോള് പാടിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. സജ്ലത്ത, ഖവാലി റൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മളുടെ അഷ്റഫ്കയും ഹാരിസും സിദ്ദീഖും റഷീദ് മാഷും ഷമീറും ഒന്നും ഇല്ലാതെ കുട്ടിപ്പട്ടുമാൽ ഒരു ഖവാലി റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം അവർ വേണം ഈ ഒരു റൗണ്ട് പൂർണ്ണമാവണമെങ്കിൽ. കാരണം അത്രയ്ക്കും കളർഫുള്ളാണ് നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കുമ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ. എല്ലാവർക്കും ആ തൊപ്പി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കോറസ് ടീമാണെങ്കിലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോൾക്ക് എപ്പോഴും റിഫ വേണം അല്ലേ അടുത്ത് എന്നായിട്ടുണ്ട്. പാടിക്കഴിഞ്ഞിട്ട് റിഫാനെ ഒരു നോട്ടം എങ്ങനെയുണ്ട്, അപ്പം റിഫ ഓക്കെ. റിഫ നന്നായിട്ട് പാടിയോ അഞ്ജലി? മോള് പാടിയത്ര പാടിയോ? കുറച്ച് വരാനുണ്ട് അല്ലേ. റിഫയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അഞ്ജലി കുട്ടി കുറച്ചുകൂടെ നന്നാക്കാനുണ്ട്. മോള് പാടിയിട്ടുണ്ട്. എപ്പോഴും പറയാറുണ്ട് മോൾക്ക് എടുത്താൽ പൊന്താത്ത അത്രക്കും ടഫായിട്ടുള്ള സോങ്ങാണ് മോൾ എടുത്തിട്ടുണ്ടാകുമ്പം എന്തായാലും കുറച്ച് ടഫ് ആയിരിക്കും എല്ലാ സോങ്സും. ടോട്ടലി മോൾ നോക്കുമ്പോൾ കുറച്ച് സ്ഥലത്ത് പെർഫെക്ഷൻ വരാനുണ്ട്. പിന്നെ 2 പ്രാവശ്യം ഉമിനീര് ഇറങ്ങിപ്പോയി. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ മോൾക്ക് ഈ പാട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ചിരിക്കാനൊക്കെ മോൾ ശ്രമിക്കുന്നുണ്ട്. ആ ഫേസിലെ ചിരി വന്നെങ്കിലും ആ വോയിസിൽ പാട്ടിൽ ചിരി വന്നിട്ടില്ല. പക്ഷെ നമുക്കതൊക്കെ ആക്കിയെടുക്കാം. ചെറിയ മോളല്ലേ. എന്തായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് അഞ്ജലി. താങ്ക് യു സജ്ലത്ത. അഞ്ജലി കുട്ടി ചോദിക്കാം. സജ്ലത്ത, മോൾക്ക് 26.5. 26.5 on 30. ഫിറോസ് കാ, അഞ്ജലിക്ക് 37. 37 on 40. ഷബ്നത്ത, 27. 27 on 30. അഞ്ജലി കുട്ടിക്ക് ഖവാലി റൗണ്ടിൽ സെമി ഫൈനൽ സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ഒരു ആഘോഷത്തോടു കൂടിയാണ് തുടങ്ങിയത് അല്ലേ. അപ്പം 90.5 on 100 ആണ് അഞ്ജലി കുട്ടീൻ്റെ ഖവാലി റൗണ്ടിലെ മാർക്സ്. നമ്മുടെ മത്സരം ഇങ്ങനെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ച് ഇനി വരുന്ന റൗണ്ട്സ് ഇതിനേക്കാൾ ഉഷാറായി പാടണം. ഗിഫ്റ്റ് വേണ്ടേ? അഞ്ജലി കുട്ടിക്ക് ചേലാസ് വെഡിങ് സെൻറ്റർ മഞ്ചേരി നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. ബേബി വിറ്റ കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ. കുട്ടിപ്പട്ടുറുമാലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു ആഘോഷത്തോടു കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി സെമി ഫൈനൽ സ്റ്റേജിലെ കൂടുതൽ ആവേശകരമായ മത്സരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. ടിൽ ദാറ്റ് സൈനിങ് ഫ്രം ബേബി വിറ്റ കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ.